അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ കയ്യിൽ ഒരു 40,000 തൊട്ട് ഒരു 75 രൂപ വരെ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ എടുക്കാൻ പറ്റാവുന്ന നല്ല മൈലേജ് ഉള്ള, നല്ല ബോഡി ക്വാളിറ്റി കിട്ടുന്ന, നല്ല പോലെ സർവീസ് കിട്ടുന്ന ഒരു 4 സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടർ ഞാൻ ഏറ്റവും ലാസ്റ്റേ പറയുള്ളൂ. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. നാലാം സ്ഥാനത്ത് വരുന്നത് ന്യൂജൻ വണ്ടികളായ എൻടോർക്ക് XP, ആവനിസ്, അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ടയുടെ ഗ്രേസിയുടെ പുതിയ മോഡൽ ഒക്കെയാണ്. ഇതിനൊക്കെ എല്ലാം ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽസ് ആണ് വരുന്നത്. നമുക്ക് ഒരു 55-നും 60-നും ഇടയിൽ മൈലേജ് കിട്ടുന്നത്. ഇതെല്ലാം കമ്പനിയിൽ, അതായത് ഷോറൂമിൽ നിങ്ങൾക്ക് സർവീസ് ലഭിക്കുന്നതാണ്. ഔട്ട്സൈഡ് സർവീസ് വളരെ കുറച്ചാണ്. ഇതിനെല്ലാം നമ്മുടെ എൻ്റെ അറിവിൽ, എൻ്റെ പരിചയത്തിലുള്ള മെക്കാനിക്കുകൾ ആരും സർവീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി സർവീസ് ചെയ്യേണ്ടി വരും. 4ാം സ്ഥാനത്ത് വരുന്നത് ആവനീസ്, എൻടോർക്കിൻ്റെ എല്ലാം പുതിയ മോഡൽ 2022-20 മോഡലൊക്കെ നമുക്കൊരു 70-ന് മുകളിൽ, 70 രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. 3ാം സ്ഥാനത്ത് വരുന്നത് TVSന്റെ ജുപ്പിറ്റർ സ്കൂട്ടറാണ്. ഒരു 2022 മോഡൽ, 21 മോഡൽ. 22 മോഡലൊക്കെ സുന്ദരമായിട്ട് നമുക്കൊരു 70,000 രൂപ കിട്ടും. ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലാണ്. നമുക്കൊരു 55-60 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് കുറേ ഭാഗങ്ങൾ മെറ്റലാണ്, കുറേ ഫ്രണ്ട് പോർഷൻ എല്ലാം ഫൈബറാണ്. വണ്ടിയാണ് ഓടിക്കാൻ വളരെ സ്മൂത്താണ്. എഞ്ചിനെല്ലാം നോയ്സ് ഇല്ല. പിന്നെ അതിൻ്റെ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന ബാക്ക് സൈഡിൽ നിന്നാണ്. അതായത് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് താക്കോൽ തിരിച്ചു കൊടുത്താൽ തന്നെ ഫ്യൂല് കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ LED ലാംപ്സ് ആണ് വരുന്നത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഉണ്ട്. വൈറ്റ് കളർ ഹെഡ്ലൈറ്റ് ആണ് എല്ലാം വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. നല്ല ഡ്യൂറബിൾ ആണ്. കൊടുത്താലും ഈ പറഞ്ഞ പൈസ എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ 3ാം സ്ഥാനത്ത് പറഞ്ഞാൽ TVSന്റെ ജുപ്പിറ്ററാണ്. നമുക്കൊരു 75 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 2ാം സ്ഥാനത്തായിട്ട് ഞാൻ പറയുന്നത് ഹോണ്ടയുടെ ആക്റ്റീവയാണ്. 2022 മോഡൽ ഹോണ്ട ആക്റ്റീവ 60 ഒക്കെ ഒരു 70 രൂപ റേഞ്ചിൽ സുന്ദരമായിട്ട് കിട്ടും. ഹോണ്ട ആക്റ്റീവിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വണ്ടിയാണ്. സർവീസ് എല്ലാവരും ചെയ്യും. എല്ലാ മെക്കാനിക്കലും സർവീസ് വരും. സ്പെയർ പാർട്സ് എല്ലാ സ്പെയർ പാർട്സ് എവിടെയെങ്കിലും ലഭ്യമാണ്. ഒരു നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും. MPF എഞ്ചിനൊക്കെ നമുക്കൊരു 55-നും 60-നും ഇടയിൽ മൈലേജ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സിനും എല്ലാം. ഒരു 70 രൂപ നമ്മൾ വണ്ടി എടുത്താൽ അതിന് എപ്പോൾ കൊടുത്താലും വലിയ നഷ്ടമില്ലാതെ നമുക്ക് ഈ പറഞ്ഞ പൈസ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് 70,000 റേഞ്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്കൂട്ടറുകളിൽ മൈലേജ് ഉള്ളതും ബോഡി ക്വാളിറ്റി ഉള്ളതിൽ 1ാം സ്ഥാനം ഞാൻ തരുന്നത് 2 സ്കൂട്ടറിനാണ്. ഒന്ന് യമഹയുടെ ഫസീനോ ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ ഹൈബ്രിഡിനാണ്. രണ്ടാമത് വരുന്നത് സെയിം യമഹയുടെ തന്നെ റേസ് ZR ഹൈബ്രിഡ് മോഡലാണ്. ഹൈബ്രിഡ് എഞ്ചിനാണ്. ഒരു 65-നും 62-നും ഇടയിൽ മൈലേജ് ഒത്തിരി കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയാണ്. കാണാൻ നല്ല സ്റ്റൈലുള്ള വണ്ടിയാണ്. പുതിയ മോഡല് ഫസീനോ ഹൈബ്രിഡിനൊക്കെ ലൈറ്റ്സ് ഒക്കെ HID ഹെഡ് ലൈറ്റ്സ് ആണ് വരുന്നത്. മീറ്റർ ഡിജിറ്റൽ വരും. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് LED ടൈപ്പാണ്. ഓടിക്കാൻ നല്ല സ്മൂത്താണ്. ഒട്ടും ശബ്ദമില്ലെന്ന് പറഞ്ഞാൽ തീരെ ശബ്ദമില്ല വണ്ടി. സർവീസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. സ്പെയർ പാർട്സ് എല്ലാ കടയിലും ലഭ്യമാണ്. ഹൈബ്രിഡ് റേസ് ZR ആകുമ്പോൾ സെയിം തന്നെയാണ്. പക്ഷെ സർവീസ് കുറച്ച് ആളുകൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല. സർവീസ് ഷോറൂമിൽ തന്നെ ചെയ്യണം. പിന്നെ 2022-21 വണ്ടിയൊക്കെ ആകുമ്പോൾ ഷോറൂമിൽ ചെയ്താലും വലിയ കുഴപ്പമില്ല. നമുക്ക് മനസ്സിനൊരു സമാധാനമായിരിക്കും സർവീസ് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് ഹൈബ്രിഡ് മോഡലാണ്. ഹൈബ്രിഡ് മോഡൽ യമഹയുടെ ഫസീനോ അല്ലെങ്കിൽ യമഹയുടെ റേസ് ZR മോഡൽ. നോർമൽ അല്ല, ഹൈബ്രിഡ് എടുക്കണം. ഒരു 2022 മോഡലൊക്കെ 75,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടാനുണ്ട്. അപ്പോൾ നല്ലൊരു വണ്ടി നോക്കിയെടുക്കുക. കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി, നല്ലൊരു വണ്ടി നോക്കിയെടുക്കുക. ഇത് വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റേതെങ്കിലും വണ്ടികളാണ് ഇതിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.